ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യശ്രോതാക്കൾക്കും ക്രിസ്തീയ സ്നേഹവന്ദനം. ഇയ്യോബിന്റെ പുസ്തകം 36 അധ്യായം 12 വാക്യം. കേൾക്കുന്നില്ലെങ്കിലോ അവർ വാളാൽ നശിക്കും, ബുദ്ധിമോശത്താൽ മരിച്ചുപോകും എന്നോർപ്പിച്ചിട്ടുള്ള വാക്യമാണ്. ഇവിടെ എന്താണ് എലീഹു ഓർപ്പിച്ച് പറയുന്നത്? ദൈവത്തോട് കൂടെ വസിക്കേണ്ട മനുഷ്യൻ ദൈവത്തോട് പാപം ചെയ്ത് അകൃത്യത്തിന്റെ വഴിയിലൂടെ യാത്ര ചെയ്യുന്നു എങ്കിൽ അവർക്ക് മടങ്ങി വരുവാനും ദൈവത്തിൽ ആശ്രയിപ്പാനും കുറ്റങ്ങൾ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിപ്പാനുമൊക്കെയുള്ള അവസരങ്ങൾ ദൈവം നൽകുന്നു എന്നും ആ അവസരങ്ങൾ ഉപയോഗപ്പെടുത്താതിരിക്കുകയും പാപത്തിൽ തന്നെ തുടരുകയും ദൈവശബ്ദം കേൾക്കാതിരിക്കുകയും ഒക്കെ ചെയ്യുന്നു എങ്കിൽ അത് നിങ്ങളുടെ നാശത്തിന്, അത് നിങ്ങളുടെ പരാജയത്തിന്, അത് നിങ്ങളുടെ വീഴ്ചയ്ക്ക് കാരണമായി തീരുക തന്നെ ചെയ്യുമെന്ന് ഓർപ്പിക്കുന്ന വാക്കുകളാണ്. സംഖ്യാപുസ്തകം 16 അധ്യായത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ ദൈവശബ്ദം കേട്ട് ഇറങ്ങിത്തിരിച്ച മോശയോട് മിസ്രയീമിൽ നിന്ന് ഇറങ്ങിത്തിരിച്ചിട്ടുള്ള ഇസ്രായേൽ മക്കൾ വല്ലാണ്ട് പ്രയാസപ്പെടുത്തുന്ന ഘട്ടങ്ങളിലൂടെ കടന്നുപോവുകയും മോശയ്ക്ക് ജനത്തെ മുൻപോട്ട് നയിപ്പാൻ കഴിയാത്ത തലങ്ങളിൽ മോശ ഭാരപ്പെടുകയും മോശ പല സന്ദർഭങ്ങളിൽ കവിഴ്ന്നു വീണ് കിടന്ന് ദൈവസന്നിധിയിൽ നിലവിളിക്കുകയും ചെയ്തതായ നിലവിളിയെക്കുറിച്ച് 16 അധ്യായത്തിനകത്ത് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. എന്നാൽ ആ നിലവിളിയുടെ മുൻപിൽ ഒന്നും മനസ്സലിവ് കാണിക്കുകയോ ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരികയോ ചെയ്യാതിരിക്കുന്ന ജനത്തെ നോക്കിക്കൊണ്ട് കൃത്യമായി ദൈവത്തിന്റെ ആത്മാവ് ഓർമ്മപ്പെടുത്തിയ വാക്കുകളുണ്ട്. കോരകനോടും തന്നോട് കൂടെ നിൽക്കുന്ന ആളുകളിൽ നിന്നും ജീവരക്ഷയ്ക്ക് വേണ്ടി ഓടി രക്ഷപ്പെടുക എന്ന് പറയുകയാണ്. നിങ്ങൾ അവരോട് ചേർന്ന് നിൽക്കുന്നു എങ്കിൽ, ദൈവശബ്ദം കേട്ട് മടങ്ങി വരുവാനായിട്ട് രൂപാന്തരപ്പെടുവാനായിട്ട് താല്പര്യം കാണിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ നാശത്തിലേക്ക് പോകുകയാണ് എന്നാഴമായി ഓർമ്മപ്പെടുത്തിയെങ്കിലും അവർ മോശയുടെ വാക്കുകൾ കേൾക്കുവാൻ കൂട്ടാക്കാതിരിക്കുകയും മാത്രമല്ല കോരകനോടും കൂട്ടരോടും ചേർന്ന് അവർ നിൽക്കുവാനും ഇടയായിത്തീരുക നിമിത്തം എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ ഒരു അപൂർവമായ ദൈവപ്രവൃത്തി വെളിപ്പെടുകയും ഭൂമി വായ് പിളർന്ന് അവരെ എല്ലാവരെയും വിഴുങ്ങിക്കളയുകയും ചെയ്യുന്നതായ ഒരു പശ്ചാത്തലമുണ്ടായി എന്ന് ആ വാക്യങ്ങൾക്കുള്ളിൽ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഇത് തന്നെയാണ് ഈ വാക്യത്തിനുള്ളിൽ പറയുന്നത്. ദൈവത്തിങ്കലേക്ക് നമുക്ക് മടങ്ങി വരുവാൻ ദൈവം ഒരു സമയം വച്ചിരിക്കുന്നു എന്നും മടങ്ങി വരേണ്ട സമയത്ത് നാം മടങ്ങി വരുന്നില്ല എങ്കിൽ ദൈവം നമ്മെ കൈവിടുകയും ശത്രുക്കൾ നശിച്ചു പോകുന്നതുപോലെ, തകർന്നു പോകുന്നതുപോലെ നിങ്ങൾ തകർന്നു പോകുവാനായിട്ട് കാരണമായി തീരുമെന്നും ആഴമായി ഓർമ്മപ്പെടുത്തുന്ന സന്ദേശം തന്നെയാണ് ഈ വാക്യങ്ങൾക്കുള്ളിലും കാണുവാനായിട്ട് കഴിയുന്നത്. ആകയാൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മെ വിളിച്ചു എന്നും ദൈവവഴിയിലൂടെ യാത്ര ചെയ്യേണ്ടവരാണെന്നും തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവസന്നിധിയിൽ മടങ്ങി വരേണ്ട മണ്ഡലങ്ങളിൽ മടങ്ങി വന്ന് ജീവിതത്തിനകത്ത് വലിയ നാശങ്ങൾ ഭവിക്കാതിരിക്കേണ്ടതിന് ദൈവത്തോട് കൂടെ വസിക്കുന്ന ഒരു ജീവിത അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടതിനും നമുക്ക് നമ്മെ തന്നെ തിരിഞ്ഞു നോക്കുന്നവരും നമ്മെ തന്നെ തിരുത്തുന്നവരും നമ്മെ തന്നെ മടക്കിക്കൊണ്ടുവരുന്നവരുമായി തീരാം. അതിനായി നമ്മെ സമർപ്പിക്കാം. അതിനെന്റെ കേൾവിക്കാരായി നിങ്ങളെ എല്ലാവരെയും ദൈവം സഹായിക്കട്ടെ. കരുണയുള്ള ദൈവമേ, നല്ല കർത്താവേ, മടങ്ങി വരേണ്ട മണ്ഡലങ്ങളിൽ ഞങ്ങൾ മടങ്ങി വന്ന് ദൈവത്തോടു കൂടെ വസിച്ച് ഞങ്ങൾ ആഴമായ നാശത്തിലേക്ക് പോകാതെ നിത്യജീവനിലേക്ക് വരുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമേൻ.